അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആവട്ടെ. പിന്നെ ഞണ്ട് റോസ്റ്റിനുള്ള ഫസ്റ്റ് ഐറ്റംസ് എല്ലാം ഇതാണ്. സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇല്ലാണ്ട് നമ്മൾ എണ്ണക്കകത്ത് ഇങ്ങനെ മഞ്ഞപ്പൊടി ഇത്രയൊക്കെ നമ്മൾ ഇങ്ങനെ പഴച്ചു കേട്ടോ, പഴച്ച് വെച്ചെടുക്കുന്നു. അതിന് ശേഷം നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള ഞണ്ട് നമ്മൾ മറ്റേ മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ തൂത്ത് വെച്ചേക്കണം. നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാകുന്ന നല്ല ഇരുമ്പ് ചീനിച്ചിട്ട് കേട്ടോ. ചിലത് ചീനിച്ചിട്ട് എന്ന് പറയുന്നത് വേറെ നല്ല പേരിലാണോ, ചില സ്ഥലങ്ങളിൽ ചീനിച്ചിട്ടായിരിക്കുമല്ലോ വേറെ പേരായിരിക്കും. ഈ സാധനത്തിന്റെ പേരാണ് ചീനിച്ചട്ടി. നല്ല വെള്ള കടലിരിക്കുന്ന ഞണ്ടാട്ടോ. കടലിൽ ഓടി നടന്ന് ഞണ്ടിനെ പിടിച്ച് ചട്ടി കയറ്റാൻ പോകുന്നുണ്ടോ. പിന്നെ അതിൻ്റെ ഒന്നും പോകാനില്ല. ഞണ്ടിന്റെ ഓരോ ഭാഗം നമുക്ക് നല്ല കീറാന്ന് കഴിക്കാം. അങ്ങനെ നമ്മുടെ റോസ്റ്റ് സെറ്റപ്പായി. ഇതിന്റെ റോസ്റ്റ് വന്നു. ഇതിന്റെ നല്ല കുത്തരി ചോറ് റോസ്റ്റ്, ഇതിന്റെ റോസ്റ്റ് കിടക്കുന്നു. റോസ്റ്റിന്റെ അകത്ത് നമുക്ക് ഒരു പീസ് എടുത്ത് കഴിക്കട്ടെ. ഒരു സൈഡ് റോസ്റ്റ്, ഒരു സൈഡ് ഞണ്ട് ഫ്രൈ, ചേരക്കറി, നല്ല ചുമന്ന ചേരക്കറി.